ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ഷാജി വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ പഴയ കാമുകൻ എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞ് താലിമാലയുമായി രംഗത്ത് വന്ന ആ വ്യക്തി ഷറഫലി ഇപ്പോൾ ദുബായിൽ നിന്നും നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുതിയ ഏറ്റവും ലേറ്റസ്റ്റായ ഒരു വീഡിയോ ഷാജി തന്നെ പങ്കുവെക്കുകയുണ്ടായി. നമുക്ക് ഷറഫലിയെ ആദ്യമായി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഷാജിദ പറയുന്നത് വീട്ടിലെ ചില പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ കുറച്ച് ചില ആണുങ്ങൾക്കും കിറുക്കാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ താലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാം തന്നെ അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് താൻ ചെയ്തതാണ് എന്നും അത് അവിടെ വെച്ച് ക്ലോസ് ആയി എന്നും വളരെ ലളിതമായ രീതിയിൽ അദ്ദേഹം പറയുകയാണ്. അതൊന്നും വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമില്ല എന്നും അത് അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്തതാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേസ് ഞാൻ ആരോടും വാങ്ങിയിട്ടില്ല എന്നും ചില ആൾക്കാർ തനിക്ക് കേസ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ തമ്മിലുള്ള ചില ഇടപാടുകൾ കൊണ്ടാണ്, അത് എന്തുകൊണ്ടാണ് തന്നത് എന്ന് അവർക്ക് തന്നെ നന്നായി അറിയാമെന്നാണ് ഷാജിദ പറയുന്നത്. അതുപോലെ തന്നെ താനും ഷറഫലിയുമായി യാതൊരു ബന്ധവുമില്ല എന്നും ഷറഫലിയെ താൻ കല്യാണം കഴിച്ചതെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നും വളരെ പച്ചക്ക് ഷാജിദ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാജിദയുടെ വാക്കുകൾ. ആ ഒരു സംഭവം റിയലി നടക്കുമ്പോൾ എന്തായാലും നിങ്ങൾ അറിയാണ്ടിരിക്കുന്നില്ല. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് എന്ത് കാര്യങ്ങളും നമ്മുടെ കാര്യങ്ങളും നമ്മൾ സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എന്തായാലും പറയും. നിങ്ങളായിട്ട് ഓരോ നെഗറ്റീവ്സ് കമൻസിന് എന്താ പറയുക, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെണ്ണുങ്ങൾക്ക് കിറുക്ക് പിടിച്ച പെണ്ണുങ്ങളും കുറച്ച് ആണുങ്ങളുണ്ട്. അവർ എന്ത് കാണിച്ചാലും നെഗറ്റീവായിട്ട് എന്ത് കാണിച്ചാലും അല്ല എന്ത് നമ്മൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ വന്നിട്ട് നീ അങ്ങനെയല്ലേ, ഇനി ഇങ്ങനെയല്ലേ, നീ അങ്ങനെ നടക്കില്ല, നീ കല്യാണം ഉണ്ടാവുമോ, കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ്. എനിക്കറിയില്ല ഒന്നും. പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം ഒന്നും പറയണില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അറിയേണ്ടത് ഷർഫലി എന്തായി, ഷർഫലി എന്തായി എന്ന് വെച്ചാൽ ഷർഫലിൻ്റെ പണിയിൽ അവന് ദുബായിലാണ്, അവൻ്റെ പണി ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ പണി ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. അവനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവനെ കല്യാണം കഴിച്ചതോ കാര്യങ്ങളോ അവനെ കല്യാണം കഴിച്ചോ എന്ന് ഞാൻ ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിലായാലും പിന്നെ താലിമാർ ഓരോരുത്തരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറയേണ്ടി വന്നു. അതുകൊണ്ട് എന്നിട്ട് ഇപ്പം വീണ്ടും അവനെ കുറിച്ചിട്ട് തന്നെ ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഇനി ഇവിടെ വാങ്ങാണ്ട് അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ആ ചാപ്റ്റർ ഞാൻ അവിടെ ക്ലോസ് ആക്കിയതാണ്. വെച്ചിരിക്കുന്നത് കല്യാണം ഉണ്ടാവുമോ, കല്യാണം ഇല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അതെല്ലാം പഠിച്ചോൻ്റെ കയ്യിലാണ്. എനിക്കറിയില്ല ഒന്നും. പിന്നെ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പം ഒന്നും പറയണില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാണ്ടിരിക്കൊന്നുമില്ല. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്, കുറേ പേര് ഇപ്പോഴും പ്രപ്പോസ് കൊണ്ട് വരുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ട് ഞാനൊന്നിനും മൂളാത്തതുകൊണ്ട് അതങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് ഞാൻ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് എനിക്ക് കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചിട്ട് ഞാൻ നടക്കുന്നത്. അല്ലാണ്ട് കണ്ട ആൾക്കാരുടെ പൈസ പറ്റിച്ചു, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പൈസ ആരുടെ അടുത്തുനിന്നും പറ്റിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അങ്ങനെ പൈസ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അറിയാം എന്താ സംഭവം ഏതാന്നല്ല. അപ്പം അതിൽ കടിച്ചു തൂങ്ങിയിട്ട് ആരും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണ്ട. ഇനി മുതൽ ഷർഫലി ഞാനായിട്ടൊരു ബന്ധമില്ല. പിന്നെ അവൻ നിൻ്റെ കാമുകനല്ലേ, അവൻ നിൻ്റെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ, അവൻ എൻ്റെ ആരോ ആയിക്കോട്ടെ, അവൻ ആരോ ആയിരുന്നിരിക്കാം. പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല. എല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഷാജിദ പറയുന്നത് ഷറഫലിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഇടപാടുകളെല്ലാം തന്നെ തീർത്തിരിക്കുകയാണ്. ഷറഫലി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നാണ് ഇപ്പോൾ ഷാജിദ പറയുന്നത്. അപ്പോൾ ഷാജിദ പറയുന്നത് ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് എന്നും അവരോട് ഞാനൊരു യെസ് മൂളാത്തത് കൊണ്ടാണ് തൻ്റെ വിവാഹകാര്യം മുന്നോട്ട് പോകാത്തത് എന്നാണ്. തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന കാലത്തോളം തൻ്റെ വിവാഹ ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉടനെ തന്നെ ഉണ്ടാകുമെന്നും അത് താൻ ജനങ്ങളെ അറിയിക്കുമെന്നാണ് ഷാജിദ പറയുന്നത്. ഷാജിദ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മറന്നിരിക്കുകയാണ്. പഴയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ക്ലോസ് ആക്കി എന്നാണ് പറയുന്നത്. ഇനി പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുകയാണ്.
അതിന് എല്ലാവരുടെയും സഹകരണം വേണമെന്നാണ്. പുതിയ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങളും അതുപോലെ തന്നെ കല്യാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വരുന്ന സമയത്ത് ഞാൻ ജനങ്ങളെ നേരിട്ട് അറിയിക്കും തന്നെ ചാനലിലൂടെ എന്ന് ഷാജിദ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.